Hello dear students, welcome to SL Classes. YouTube ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കീം 2020 എൻട്രൻസ് എക്സാമിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ആൻസർ ഡിസ്കഷൻ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ടോട്ടലി ക്വസ്റ്റ്യൻസ് ഒരു ആവറേജ് ലെവൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്ര ഒരു ഡിഫിക്കൽട്ട് എക്സാം ആയിരുന്നില്ല. പക്ഷെ അതേസമയം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കോൺസെപ്റ്റ് ബേസ്ഡ് പ്രോബ്ലംസ് തന്നെയായിരുന്നു കൂടുതലും. ഒരുപാട് വലിയൊരു ഡിഫിക്കൽട്ട് ലെവലിലേക്ക് പോയില്ലെങ്കിൽ പോലും വെറുതെ ബൈ ഹാർട്ട് പഠിച്ചവർക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത, എന്നാൽ അത്യാവശ്യം കോൺസെപ്റ്റ് അറിയുന്നവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എന്റെ കയ്യിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ A3 എന്ന് പറയുന്ന വേർഷൻ ആണുള്ളത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം ആയിരിക്കും, ബട്ട് അതിന്റെ നമ്പർ ആയിരിക്കും ഓർഡർ തെറ്റിയിട്ടുണ്ടാവുക നിങ്ങൾക്കറിയാം. അപ്പൊ അതിൽ A3 വേർഷനിലെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. എന്തായാലും ഒറ്റ വീഡിയോയിൽ തീരുമെന്ന് തോന്നുന്നില്ല. പരമാവധി പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: A traveling wave in a medium is given by the equation y is equal to a sin omega t minus kx. The maximum acceleration of the particle in the medium is. ഏതാണ് ചാപ്റ്റർ? ഓസിലേഷൻസ് അല്ലെ. ഓസിലേഷൻസിൽ ഒരു വേവിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നു. y is equal to, ഇതിനെയാണ് നമ്മൾ വേവിന്റെ ഒരു ഫോം എന്ന് പറയാ, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. y is equal to a sin omega t minus kx. ഓസിലേഷനിലും വേവിലും രണ്ട് ചാപ്റ്ററിലും നമ്മൾ ഇത്തരം ഇക്വേഷൻസും ഇതുമായി ബന്ധപ്പെട്ട ഐഡിയകളും കാണാറുണ്ട്. ബട്ട് ആക്സിലറേഷൻ, വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓസിലേഷനിലാണ് പരിചയപ്പെട്ടത് അല്ലെ. ദെൻ അതുമായി ബന്ധപ്പെട്ട ഈ ഇക്വേഷനിൽ നിന്ന് മറ്റു കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും കണ്ടു. അപ്പോൾ ഇതിൽ ചോദിച്ചത് മാക്സിമം ആക്സിലറേഷൻ ആണ്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. മാക്സിമം ആക്സിലറേഷന് നിങ്ങൾ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. മാക്സിമം ആക്സിലറേഷൻ ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ A എന്നാണ് ഇക്വേഷൻ. ഈ A എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആംപ്ലിറ്റ്യൂഡ് സ്മോൾ a ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്സിലറേഷൻ ആണ് എന്ന് കൺഫ്യൂഷൻ ആവരുത്. ഇതാണ് ആക്സിലറേഷൻ. ഈ ഇക്വേഷനിൽ കാണുന്ന സ്മോൾ a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ മൈനസ് ഒമേഗ സ്ക്വയർ A. ഈ സ്മോൾ a കൺഫ്യൂഷൻ ആവാതിരിക്കാൻ പലപ്പോഴും നമ്മൾ ആംപ്ലിറ്റ്യൂഡിന് ക്യാപിറ്റൽ A ആണ് കൊടുക്കാറ്. ഓക്കെ, ബട്ട് ക്വസ്റ്റ്യനിൽ ഒന്ന് കൺഫ്യൂഷൻ ആക്കാനായിരിക്കണം ആംപ്ലിറ്റ്യൂഡിന് പകരം സ്മോൾ a കൊടുത്തിരിക്കുന്നു. അത് ആക്സിലറേഷൻ അല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇക്വേഷന്റെ തുടക്കത്തിൽ കാണുന്ന ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ മൈനസ് ഒമേഗ സ്ക്വയർ A. അല്ല, ഇനി വാല്യൂ മാത്രം പറയുമ്പോൾ ഒമേഗ സ്ക്വയർ A എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ അത് ആക്സിലറേഷന്റെ ഇക്വേഷൻ മാത്രമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ: Two SHM with same amplitude and same frequency acting in the same direction are impressed on a particle. If the resultant amplitude of the particle is equal to the amplitude of individual SHMs, the phase difference between the two simple harmonic motion is. SHMുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചൊരു ഐഡിയ ആണത്. ഇക്വേഷൻസ് ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. എനിവേ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് SHM ഒന്നിച്ച് വന്നാൽ ആ SHMന് എല്ലാത്തിനും ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ തരുമ്പോൾ ഈ ടേം ഇവിടെ A എന്ന് പറയുന്ന ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകും. അത് രണ്ട് വേവുകൾ തരുമ്പോൾ ആ ആംപ്ലിറ്റ്യൂഡ് സെയിം ആവാം, ഡിഫറെന്റ് ആവാം. ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ A1 A2 എന്ന തരത്തിൽ രണ്ട് വാല്യൂ ആയിട്ടാണ് കാണുക. സെയിം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ രണ്ടും നമ്മൾ സെയിം A എന്ന് തന്നെയാണ് എഴുതുക. ഇവിടെ പറയുന്നു സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, സെയിം ഫ്രീക്വൻസി ആണ്. അങ്ങനെയുള്ള രണ്ട് വേവുകൾ ജോയിൻ ചെയ്തപ്പോൾ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡും ഇതേ വാല്യൂ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്താ? അവിടെ നമ്മൾ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കാണുന്ന ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെക്റ്റർ സം പോലെയാണ് നമ്മൾ എഴുതുക. റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് തീറ്റ. രണ്ട് വേവുകൾ തന്നിട്ട് ആ രണ്ട് വേവുകളുടെയും ആംപ്ലിറ്റ്യൂഡ്സ് A1 A2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എത്ര അത് കാണുന്ന ഇക്വേഷൻ ആണിത്. ഇതിൽ എന്തൊക്കെ തന്നിരിക്കുന്നു? A1ഉം A2ഉം സെയിം ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഡാറ്റ. ആ രണ്ട് വേവിന്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. തീർന്നില്ല, അത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നപ്പോൾ റിസൾട്ടന്റും ഇതേ വാല്യൂ ആണ്. അപ്പോൾ റിസൾട്ടന്റും A തന്നെ. ഇപ്പൊ ജനറലി നമ്മൾ എഴുതുന്ന റിസൾട്ടന്റ് ഇക്വേഷനിൽ
ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. ജനറൽ ഇക്വേഷനിൽ രണ്ട് ആംപ്ലിറ്റ്യൂഡും സെയിം ആവണം എന്നില്ല. റിസൾട്ടന്റ് എന്ത് വാല്യൂം ആവാം. ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു രണ്ട് വേവുകളും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതുകൊണ്ട് നമ്മൾ A1 A2 മാറ്റിയിട്ട് രണ്ടും A എന്നാക്കി. റിസൾട്ടന്റും അതേ വാല്യൂ തന്നെയാണ്. റിസൾട്ടന്റ് തന്നിരിക്കുക, നമ്മളോട് തീറ്റ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെക്ടേഴ്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് തന്നെയായിരുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് പോവാം, അല്ല ഇത് ഷോർട്ട് കട്ട് അറിയുന്നവർക്ക് ഡയറക്റ്റ് അതും പഠിച്ചു വെച്ചാൽ മതി. എപ്പോഴും അത് വേവ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് വെക്ടേഴ്സ് ആവട്ടെ, ഫോഴ്സോ ഡിസ്പ്ലേസ്മെന്റോ ആക്സിലറേഷനോ വെലോസിറ്റിയോ, 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നു, റിസൾട്ടന്റോ അതേ വെക്ടർ തന്നെ, ആ വാല്യൂ തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ഡിഗ്രിയിൽ പറയുമ്പോൾ 120 ഡിഗ്രി ആയിരിക്കും. അതൊരു ഷോർട്ട് കട്ട് ആണ്. അതെങ്ങനെ കിട്ടുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് സോൾവ് ചെയ്താലും മതി. ഇത് ഇവിടെ ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇവിടെ A സ്ക്വയർ എന്ന് വരും അല്ലേ, ഇവിടെ A സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് റൂട്ട് ഇവിടെ കളയാം. ഓക്കെ, ദെൻ നമുക്ക് ഒരു A സ്ക്വയർ കട്ട് ചെയ്യാം. ഇത് ഇപ്പുറത്തേക്ക് വന്നാൽ -A സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് 2A സ്ക്വയർ കോസ് തീറ്റ എന്നാകും. അപ്പോൾ A സ്ക്വയർ കട്ട് ചെയ്യാം. ഇതിപ്പുറം വന്നാൽ -1/2 ഈക്വൽ ടു കോസ് തീറ്റ എന്ന് വരും. അപ്പം കോസ് തീറ്റക്ക് വാല്യൂ -1/2 ആവണമെങ്കിൽ കോസ് 120 ആയിരിക്കണം. കോസ് 120 ആണ് -1/2. അപ്പോൾ 120, അല്ലെങ്കിൽ ഓപ്ഷനിൽ ഡിഗ്രി അല്ല തന്നത്, റേഡിയനിലായിരുന്നു. അപ്പോൾ 2π/3 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Third question, the nearest harmonics of an open organ pipe, open at both the ends, are 200 Hz and 240 Hz. Fundamental frequency is. അപ്പോൾ ഓപ്പൺ പൈപ്പാണ്. അടുത്ത ചാപ്റ്റർ അല്ലേ, ഓസിലേഷൻസ് കഴിഞ്ഞ് വേവ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്റ്റേഷനറി വേവ്സ് എന്നൊരു ഐഡിയ പഠിച്ചിട്ടുണ്ട്. സ്റ്റേഷനറി വേവ്സ് സ്ട്രിങ്ങിലുണ്ട്, ക്ലോസ്ഡ് പൈപ്പിലുണ്ട്, ഓപ്പൺ പൈപ്പിലുണ്ട്. ഇതിനൊക്കെ ഡിഫറെന്റ് ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്പൺ പൈപ്പാണ്. ഓപ്പൺ പൈപ്പിന്റെ ഏതോ രണ്ട് ഹാർമോണിക് ഫ്രീക്വൻസികൾ നമ്മൾ F1, F2, F3, F4 എന്നൊക്കെയാണ് പേര് വിളിക്കുക. ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫോർത്ത് ഹാർമോണിക്. നമുക്കറിയില്ല, രണ്ട് ഫ്രീക്വൻസി തന്നിരിക്കുന്നു, ബട്ട് രണ്ടും നിയറസ്റ്റ് ആണ്. അപ്പൊ ഒന്ന് 4th ഹാർമോണിക് ആണെങ്കിൽ അടുത്ത 5th ഹാർമോണിക് ആയിരിക്കും. അല്ല, ഒന്ന് 10th ഹാർമോണിക് ആണെങ്കിൽ അടുത്തത് 11th ഹാർമോണിക് ആയിരിക്കും. അങ്ങനെ അടുത്തടുത്ത ഏതോ രണ്ടെണ്ണം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് nth ഹാർമോണിക് ആണെങ്കിൽ നമുക്ക് നമ്പർ അറിയില്ലല്ലോ. നമ്മൾ nth എന്ന് വിളിക്കുകയാണെങ്കിൽ അടുത്തത് n+1 ആണ്. ഓക്കെ, അപ്പൊ അടുത്തടുത്ത രണ്ട് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. ഒരു ഫ്രീക്വൻസി 200 ഹെർട്സ് ആണ്, അടുത്ത ഫ്രീക്വൻസി 240 ഹെർട്സ് ആണ്. എത്രാമത്തെ എന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് അടുത്തടുത്ത രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനെ nth ഫ്രീക്വൻസി എന്ന് വിളിച്ചോ, അപ്പോൾ ഇത് n+1th ഫ്രീക്വൻസി ആയിരിക്കും. nth ഹാർമോണിക് കാണാനുള്ള ഇക്വേഷൻ എന്താ? nth ഹാർമോണിക് എന്ന് പറഞ്ഞാൽ nV/12 ആണ്. 5th ഹാർമോണിക് ആണെങ്കിൽ 5V/12 എന്ന് പറയുന്ന പോലെ. അപ്പോൾ n+1th ഹാർമോണിക് എന്തായിരിക്കും? n+1V/12. n+1V/12. അപ്പൊ ഈ വാല്യൂ ആണ് 200 ഹെർട്സ്, ഈ വാല്യൂ ആണ് 240 ഹെർട്സ്. നമുക്ക് ഇത് രണ്ടൊന്ന് ഡിവൈഡ് ചെയ്താലോ? ഇങ്ങനല്ലേ കിട്ടുക? അപ്പൊ nth ഹാർമോണിക് ഇത്രയും, അതിന്റെ തൊട്ടടുത്ത ഹാർമോണിക് ഇത്രയും ഡിവൈഡ് ചെയ്താൽ ഈ V/12 നമുക്ക് കട്ട് ചെയ്തൂടെ? 200/240 നമുക്ക് ഇനിയും ചെറുതാക്കിയാൽ എത്ര വേണമെങ്കിലും നമുക്ക് ചെറുതാക്കാം അല്ലെ? 200/240 കട്ട് ചെയ്യാം. ഇവിടെ എന്താ ബാക്കിയുള്ളത്? n/n+1 ഉണ്ട്. സോ n/n+1 ഈസ് ഈക്വൽ ടു, ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നു, 20/24, 10/12 അല്ലെ, അല്ലെങ്കിൽ 5/6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 6n ഈസ് ഈക്വൽ ടു 5n+5. ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 6n - 5n, ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന n എന്ന് പറയുന്ന നമ്പർ 5 ആണ്. അതല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസി 5th ഫ്രീക്വൻസിയാണ്, ഇത് 6th ഫ്രീക്വൻസിയാണ്. കിട്ടിയല്ലോ? n എന്ന് പറയുന്നത് 5, അപ്പൊ n+1 എന്ന് പറയുന്നത് 6th. തന്നിരിക്കുന്നത് 5th-ഉം 6th-ഉം ഫ്രീക്വൻസിയാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ nV/12 n എന്ന് പറയുന്നത് 1 ആവണം. ഫസ്റ്റ് ഫ്രീക്വൻസി വിളിച്ച പേരാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് നമുക്കറിയാം? ഇപ്പോ nV/12 എന്ന് പറയുമ്പോൾ അതായത് 5V/12 അല്ലെ? എന്ന് പറയുന്നത് 5 ആണല്ലോ. അപ്പൊ 5V/12 എന്ന് പറയുന്നത് 200 ആണ്.
നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഫ്രീക്വൻസിയാണ്. ഫസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ v/12 അല്ലേ? ഇപ്പൊ 5 അങ്ങോട്ട് മാറ്റാം. therefore v/12 that is equal to 200/5. 200/5 എന്ന് പറയുമ്പോൾ 40. കണ്ടോ? അപ്പൊ ഇതാണ് v/12 അല്ലെങ്കിൽ 1v/12. 1v/12 എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ. അപ്പൊ ഫണ്ടമെന്റൽ എത്രയാ? 40. ആൻസർ കിട്ടിയോ? അപ്പോൾ അത് ഓപ്ഷൻ എ ആയിരിക്കും 40 ഹെർട്സ് എന്ന് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. Two strings of same material and same length are given equal tension. If they are vibrating with fundamental frequencies 1600 Hz and 900 Hz, then the ratio of the respective diameters is. Okay. അപ്പോൾ vibrations in a string ആണ്. ചാപ്റ്റർ വരുന്നത് വേവ്സ്. അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് വെലോസിറ്റി ഓഫ് എ സ്ട്രിങ്, വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഇൻ എ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഇക്വേഷൻസ് ക്ലബ് ചെയ്യാം. ഒന്ന്, വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് v is equal to √T/μ. Equation. Velocity of a transverse wave in a string, that is again equal to √T divided by mu എന്ന് പറഞ്ഞാൽ മാസ് പെർ ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത് അങ്ങ് മുകളിൽ പോകും. ഇങ്ങനൊരു ടേം നമുക്ക് ആദ്യം ഓർക്കാം. മറ്റൊന്ന്, ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട് വീണ്ടും സ്റ്റേഷനറി വേവ്സ് ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാകുമ്പോൾ ഓപ്പൺ പൈപ്പിലുള്ള സെയിം ഇക്വേഷൻ ആണ് നമ്മൾ സ്ട്രിങ്ങിലും യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ v/2L. ഓക്കെ, ആ v ആണ് √TL/m. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2L ഇൻറ്റു v അല്ലേ? വിക്ക് പകരം √TL/m. ഓക്കെ, നമ്മളോട് അങ്ങനെ രണ്ട് സ്ട്രിങ്ങുകളെ കുറിച്ചുള്ള ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. ആ രണ്ട് സ്ട്രിങ്ങും സെയിം മെറ്റീരിയൽ ആണ്, സെയിം ലെങ്ത് ആണ്, രണ്ടിനും കൊടുത്തിരിക്കുന്ന ടെൻഷൻ സെയിം ആണ്. അപ്പൊ സെയിം മെറ്റീരിയൽ, സെയിം ടെൻഷൻ, ഓക്കെ, സെയിം ലെങ്ത്. മാസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, രണ്ടിനും ഒരേ ടെൻഷൻ കൊടുത്തു. അപ്പോൾ രണ്ടും വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. രണ്ട് ഫ്രീക്വൻസി f1 f2 എന്ന് പറഞ്ഞ രണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ദർ ഡയമീറ്റർ ആണ് ക്വസ്റ്റ്യൻ. നമുക്കിതിനെ എങ്ങനെ ഡയമീറ്ററിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവരാം? അതിനുവേണ്ടി നമുക്കിതിനെ വീണ്ടും മാറ്റാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2L ഇൻറ്റു √TL ഡിവൈഡഡ് ബൈ മാസിന് പകരം നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതി കൂടെ? മാസ് എന്താ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഒരു വയറിന്റെ വോളിയം എങ്ങനെയാ കാണുക? ഇതാണ് ഒരു വയർ എന്ന് വിചാരിച്ചോ. വയറിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയത്തിന് പകരം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ πr², ഏരിയ ഇൻറ്റു ലെങ്ത്. ഓക്കെ, അപ്പൊ ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്തപ്പോ വോളിയമായി. ദെൻ വോളിയം ഇൻറ്റു ഡെൻസിറ്റി, അപ്പൊ ഡെൻസിറ്റിയും വന്നു. അപ്പൊ ഇത്രയും വന്നപ്പോ വീണ്ടും നമുക്ക് ഈ ഫ്രീക്വൻസി രണ്ട് വയറിന്റെ കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ലെങ്ത് സെയിം ആണ്, ടെൻഷൻ സെയിം ആണ്, മെറ്റീരിയൽ സെയിം ആണ്, എന്ന് വെച്ചാൽ ഡെൻസിറ്റി സെയിം ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോഴേക്ക് നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? ഫ്രീക്വൻസിയും റേഡിയസും തമ്മിലുള്ള റേഷ്യോ നോക്കുമ്പോൾ √1/r² എന്ന് വെച്ചാൽ 1/r. അപ്പൊ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഇങ്ങനെ പറയാം, ഫ്രീക്വൻസി പ്രപ്പോർഷണൽ ടു 1/r. റൂട്ടിന്റെ ഉള്ളിലായിരുന്നു, ബട്ട് സ്ക്വയർ ഉണ്ട്. ബാക്കി എല്ലാവരും സെയിം ആയതുകൊണ്ട് കോൺസ്റ്റന്റ് നിന്ന് എടുത്തു. ഇങ്ങനെ ഷോർട്ട് കട്ടിൽ പോകണം. കാരണം ഇതെല്ലാം കൂടെ എഴുതാൻ നിന്നാൽ കാര്യം നടക്കില്ല. നമുക്ക് ആവശ്യമുള്ളത് ഡയമീറ്റർ ആയിരുന്നു. ആ ഡയമീറ്ററിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് റേഡിയസ് വേണം. ആ റേഡിയസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇത്രയും എഴുതി കൊണ്ടുവന്നു. ദെൻ രണ്ട് വയറിന്റെ റേഷ്യോവുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഉറപ്പായിട്ടും റേഷ്യോ എടുക്കുമ്പോൾ കോൺസ്റ്റന്റുകൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, കാരണം ആ കോൺസ്റ്റന്റുകളൊക്കെ കട്ടായി പോകേണ്ട ആൾക്കാരാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഫ്രീക്വൻസിയെ നമുക്ക് എങ്ങനെ റേഡിയസുമായിട്ട് കണക്ട് ചെയ്യാം, അപ്പോൾ ആരെയൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഇതാണ് നമ്മൾ ചെയ്തു വന്നത്. ഫ്രീക്വൻസി എഴുതി, ഡയറക്റ്റ് ഇക്വേഷനിൽ റേഡിയസ് ഒന്നും ഇല്ല. അപ്പൊ റേഡിയസ് കിട്ടാൻ വേണ്ടി നമ്മൾ വെലോസിറ്റിയെ മാസിലേക്ക് കൊണ്ടുവന്നു, മാസിനെ ഏരിയ ഇൻറ്റു വോളിയം ഇൻറ്റു ഡെൻസിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോഴേക്ക് നമുക്ക് ഫ്രീക്വൻസിയും റേഡിയസും തമ്മിലൊരു കണക്ഷൻ കിട്ടി. ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ്. അപ്പോൾ എഫ് പ്രപ്പോർഷണൽ ടു 1/r. റേഡിയസ് റേഷ്യോയും ഡയമീറ്റർ റേഷ്യോയും സെയിം ആയിരിക്കില്ലേ?
അപ്പോൾ F proportional to 1/r ആണെങ്കിൽ എന്തായിരിക്കും R1/R2? R1/R2 എന്ന് പറയുന്നത് F2/F1 ആയിരിക്കും, കാരണം ഇൻവേഴ്സ് ആ റേഷ്യോ. അപ്പൊ റേഡിയസ് റേഷ്യോ F2/F1. F2/F1 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എത്രയൊക്കെയാ? 160 ഉം 900 തിരിച്ചിടണം. അപ്പോൾ 900/1600 നമുക്കിത് കട്ട് ചെയ്യാം. അപ്പൊ 9/16 or 9:16 എന്ത്? റേഡിയസ് റേഷ്യോ. റേഡിയസ് റേഷ്യോ തന്നെയായിരിക്കും ഡയമീറ്റർ റേഷ്യോയും, കാരണം ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2 times ആണ് വരിക, വീണ്ടും 2 കട്ട് ചെയ്തു പോകും, അപ്പൊ റേഷ്യോ ഇങ്ങനെ തന്നെ ഉണ്ടാകും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് 9:16 ആയിരിക്കും. 9:16 ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, കുറച്ചൊന്ന് ആലോചിക്കാനുള്ള പ്രോബ്ലം ആയിരുന്നു അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 5. An object moving in a straight line with velocity 100 meter per second goes past a stationary observer. If the object emits note of 400 hertz while moving, the change in the frequency noted by the observer as the object goes past him is. ഒരു ഡാറ്റ തന്നിരിക്കുന്നു. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 300 മീറ്റർ പെർ സെക്കൻഡ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു സ്റ്റേഷനറി ഒബ്സർവർ സ്റ്റേഷനറിയാണ്. ഓക്കെ, ദെൻ ഒരു സോഴ്സ് ഇയാളെ പാസ് ചെയ്ത് പോവാന്ന് പറയുമ്പോൾ ഇതാണ് സോഴ്സ് എങ്കിൽ ഈ സോഴ്സ് ഇയാളിലേക്ക് ഇങ്ങനെ അടുത്ത് വരണം, ദെൻ സോഴ്സ് അയാളിൽ നിന്നും ഇങ്ങനെ അകന്നു പോകണം. ഇതാണ് ഗോസ് പാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഒബ്സർവറെയും പാസ് ചെയ്തുകൊണ്ട് പോവാന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് എവിടുന്നോ ആ സോഴ്സ് വരുന്നു, അയാൾ അടുത്തേക്ക് വരുന്നു, ദെൻ അയാളെയും പാസ് ചെയ്ത് അങ്ങ് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഇയാൾ കേൾക്കുന്ന ഫ്രീക്വൻസിയുടെ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഏതാ കോൺസെപ്റ്റ്? ഡോപ്ലേഴ്സ് എഫക്റ്റ് അല്ലെ? ഡോപ്ലേഴ്സ് എഫക്റ്റ്, വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ. വീണ്ടും ഒബ്സർവർ സോഴ്സ് അടുത്ത് വരുമ്പോൾ, അകന്നു പോകുമ്പോൾ, റെസ്റ്റിൽ നിൽക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഡിഫറെന്റ് ഫ്രീക്വൻസികളെ കുറിച്ച് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ 2 സിറ്റുവേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. ആദ്യത്തെ കേസിൽ ലിസണർ റെസ്റ്റ്, ഓക്കെ, സോഴ്സ് മൂവിങ് ടുവാർഡ്സ്. അപ്പോൾ എന്താ ഫ്രീക്വൻസി വരിക? എഫ് ഡാഷ് എന്ന് പറയുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് 0 അല്ലെ? കാരണം ലിസണർ റെസ്റ്റിലാണ്, ലിസണറിന്റെ വെലോസിറ്റി 0 ഡിവൈഡഡ് ബൈ അടുത്തേക്ക് വരികയാണ്, അപ്പോൾ ഫ്രീക്വൻസി കൂടണം. ഫ്രീക്വൻസി കൂടണമെങ്കിൽ ഡിനോമിനേറ്റർ കുറയണം, അപ്പോൾ വി മൈനസ് വി എസ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തൊക്കെ തന്നിട്ടുണ്ട്? എഫ് ഇൻറ്റു, നമുക്ക് ജസ്റ്റ് തന്ന വാല്യൂസ് ഒക്കെ നോക്കാം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഗിവൺ 300 ബൈ ദിസ് ഈസ് 300 minus velocity of source is given 100. Oh, this is so totally 300 by 200, that is f into 300 by 200, that is 3/2. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്ത കേസിൽ വരുമ്പോൾ ഇയാളെ പാസ് ചെയ്ത് പോകുമ്പോൾ വീണ്ടും ലിസണർ അറ്റ് റെസ്റ്റ്, ബട്ട് സോഴ്സ് ഈസ് മൂവിങ് എവേ. സോ എന്തായിരിക്കും എഫ് ഡാഷ്? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് 0, കാരണം ലിസണർ റെസ്റ്റിൽ തന്നെ അകന്നു പോകുമ്പോൾ ഫ്രീക്വൻസി കുറയണമെങ്കിൽ ഡിനോമിനേറ്റർ കൂടണം. ഡിനോമിനേറ്റർ അപ്പോൾ വി പ്ലസ് വി എസ് ആവണം. ആ ഒരു ടെക്നിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പഠിക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് വരുമ്പോൾ ഫ്രീക്വൻസി കൂടണമെങ്കിൽ ഇക്വേഷനിൽ ഡിനോമിനേറ്റർ മൈനസ് ആവണോ പ്ലസ് ആവണോ? ഇതാണ് ചിന്ത. മൈനസ് തന്നെ നിൽക്കണം. ഓക്കെ, അതേസമയം അടുത്തതില് ദൂരോട്ട് പോവാണ്, അകന്നു പോകുന്നു, ഫ്രീക്വൻസി കുറയണമെങ്കിൽ ഡിനോമിനേറ്റർ കൂടുന്നു. അപ്പൊ ഇവിടത്തെ പോലെ വി മൈനസ് വി എസ് വി പ്ലസ് വി എസ്. അപ്പൊ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 300 ബൈ 300 പ്ലസ് 100 എന്ന് വരും അല്ലെ? അപ്പൊ 400, അതായത് 3/4. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അയാളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കേൾക്കുന്ന ഫ്രീക്വൻസികളുടെ ഡിഫറൻസ് എത്ര? സോ ഡിഫറൻസ് നമുക്ക് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. സോ എഫ് ഇൻറ്റു 3/2 മൈനസ് 3/4 അല്ലെ? എഫ് ഇൻറ്റു 3/2 മൈനസ് 3/4. എഫ് രണ്ടിലും കോമൺ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു കറക്റ്റ് ഫ്രീക്വൻസി എത്രയാ? കറക്റ്റ് ഫ്രീക്വൻസി തന്നിരിക്കുന്നു 400 ഹെർട്സ്. 400 ഹെർട്സ് ഇൻറ്റു 3/2 എന്ന് പറയുമ്പോൾ 1.5 അല്ലെ? മൈനസ് 3/4 എന്ന് പറയുമ്പോൾ 0.75 അല്ലെ? 1.5 മൈനസ് 0.75 എന്ന് പറയുമ്പോൾ വീണ്ടും 0.75. 400 ഇൻറ്റു 0.75 അപ്പൊ 300 അല്ലെ? ശരിയല്ലേ? അപ്പൊ എത്ര ആൻസർ? 300 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പൊ ഡോപ്ലേഴ്സ് എഫക്റ്റ് ചോദിക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ നീറ്റിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് വീണ്ടും ഉപകാരപ്പെടും. ശ്രദ്ധിക്കാം. ഓക്കെ, next is question number 6.
the electric flux in SI units through any face of a cube due to a positive charge Q situated at the center of cube. തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒരു ക്യൂബിന്റെ സെന്ററിൽ ചാർജ് വെക്കുന്നു. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ക്യൂബിന്റെ സെന്ററിൽ ഒരു ചാർജ് വെക്കുന്നു. എന്താ ടോട്ടൽ ഫ്ലക്സ് പാസിംഗ്? ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് കാണണമെങ്കിൽ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് Q by epsilon 0. അതായത് എല്ലാ സൈഡിലൂടെയും പോകുന്ന ടോട്ടൽ ഫ്ലക്സ് Q by epsilon 0. ദെൻ നമ്മളോട് ചോദിച്ചത് ടോട്ടൽ അല്ല, പാസിംഗ് ത്രൂ എനി ഫേസ്. എനി ഫേസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫേസ്. ഏതെങ്കിലും ഒരു ഫേസ് എടുക്കുമ്പോൾ ടോട്ടൽ ഇതിന് 6 ഫേസ് അല്ലേ ഉള്ളത്? 6 ഫേസിന്റെ ടോട്ടൽ ഫ്ലക്സ് അല്ലേ ഇത്? അപ്പോൾ ഒരു ഫേസ് എടുക്കുമ്പോൾ ഇതിന്റെ 1/6 എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ Q by 6 epsilon 0 എന്ന് വരും. ഓപ്ഷൻ സി അവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Next, 7th question. Again a direct question. The capacitance of a parallel plate air capacitor is 10 mu f. Capacitance നമുക്ക് ഇക്വേഷൻ അറിയാം. A epsilon 0 by D. എയർ ആയതുകൊണ്ട് ഇവിടെ epsilon r ഉണ്ടായിരുന്നു, ബട്ട് ആ epsilon r എയറിന് 1 എന്നാണ് എടുക്കുക. So that is capacitance. അതാണ് 10 mu f. Dielectric constant of the medium to be introduced in between its place to double its capacitance. Very simple question. ഈ capacitance double ആവണമെങ്കിൽ ഇവിടെ വരേണ്ട dielectric constant എത്ര? Very simple. ഇവിടെ 2 എന്ന് വരണം. ഇവിടെ 2 എന്നുള്ള capacitance double ആയി. So dielectric constant എത്ര? 2. So very simple question. Okay, next question നോക്കാം. Question number 8. The electric potential V at any point in space is given by V equal to 4Z square. Electric potential is given. V is equal to 4Z square volt. X, Y, Z all are in meters. Electric field at the point, we have to find the electric field at the point 1, 0, 2. 1, 0, 2. Yes. അപ്പൊ എന്താ റിലേഷൻ ബിറ്റ്വീൻ E and V? E എന്ന് പറയുന്നത് മൈനസ് dV by dr എന്നാണ്. ഇവിടെ Z മാത്രം തന്നത് കൊണ്ട് R എന്നല്ല Z എന്ന് കൊടുക്കാം. Z-ലാണ് V തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ Z-ൽ തന്നത് കൊണ്ട് Z ഡയറക്ഷനിൽ ആ പൊട്ടൻഷ്യലിനെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് നെഗറ്റീവ് കൊടുത്താൽ അതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇക്വേഷൻ ആണ്. സോ മൈനസ് dV by dz മൈനസ് ഓഫ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 4 into Z സ്ക്വയർ 4 into 2Z. സോ 8Z വരും അല്ലെ? മൈനസ് 8Z. മൈനസ് 8Z. Z കമ്പോണന്റ് 2 ആ. എക്സ് വൈ സെഡിൽ 2 തന്നിട്ടുണ്ട്. അപ്പോൾ മൈനസ് 8 into 2 that is equal to minus 16. മൈനസ് 16 in Z എന്നാണ് വരുന്നത് അല്ലേ? മൈനസ് 16 in Z അല്ലെങ്കിൽ 16 in minus Z എന്ന് പറയാം. 16 in minus Z. അപ്പൊ എന്താ ഓപ്ഷൻ വരിക? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് 16 along negative Z direction. അപ്പൊ കിട്ടിയ ആൻസർ 16 along negative Z direction. ഓപ്ഷൻ ബി is correct. Okay. Next question നോക്കാം. The work done in moving a point charge of 10 microcoulomb through a distance of 3 meter along the equatorial axis of an electric dipole. Work done to move a charge. Second chapter ആണ് potential and capacitance. Second year le second chapter. Potential and capacitance. എന്തായിരുന്നു work done to move a charge? Work done to move a charge എന്ന് പറയുന്നതായിരുന്നു Q into potential difference. Question വായിക്കുമ്പോൾ തന്നെ കൺസെപ്റ്റ് ഉള്ളവർക്ക് ആൻസർ പറയാൻ പറ്റും. ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ 0 ആയ ഒരു ലൈനാണ്. ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയണം. ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ പഠിക്കണം, ദെൻ വർക്ക് ഡൺ ടു മൂവ് എ ചാർജും പഠിക്കണം. ഇത് രണ്ടും അറിയുന്നവർക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു ഡൈപോളിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0. പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും 0 അല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0, അപ്പോൾ ആൻസർ എന്താ? 0. ഓക്കെ, തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഇ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. A steady current flows in a metallic conductor of non-uniform cross section.
the quantities that remains or remain constant along the length of the conductor എന്നാണ്. എന്നിട്ട് എന്താ കൊടുത്തിട്ടുണ്ട്? കറണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇലക്ട്രിക് ഫീൽഡ്, കറണ്ട് ഓൺലി, അങ്ങനെ ബോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ കറണ്ട് ഓൺലി എന്നാണ്. അതായത് ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള എന്തെങ്കിലും ഒരു വയറാന്ന് വിചാരിക്കാം. ഉണ്ടോ? എന്തടിച്ചും മെലിഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വയറാണ്. ഇങ്ങനത്തെ ഒരു വയറിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇതിനെ നിങ്ങളൊരു ഡിഫറെന്റ് റെസിസ്റ്റൻസ് ഉള്ള കുറെ റെസിസ്റ്റൻസിന്റെ ഒരു സീരീസ് കോമ്പിനേഷൻ പോലെ അങ്ങ് കണ്ടാലും മതി. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതായിരിക്കും എളുപ്പം. കാരണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയും കുറഞ്ഞും നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടുകയാണ്. കാരണം റെസിസ്റ്റൻസും ഏരിയയും തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊരു ഡിഫറെന്റ് റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറാണ്. അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള കുറെ റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷൻ, സീരീസിൽ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കില്ലേ? അപ്പൊ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്വാണ്ടിറ്റി കറണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ അവസ്ഥയോ? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തായിരുന്നു? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ഡി എന്ന് പറയുന്നത് വി ഡി എന്ന് പറയുന്നത് I/NA എന്നല്ലേ ഇക്വേഷൻ അല്ലെ? വി ഡി = I/NA. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഏരിയ മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ഡ്രിഫ്റ്റ് വെലോസിറ്റി മാറും. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയുമ്പോഴോ, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആലോചിക്കാം. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കും, ഏതെങ്കിലും ഒരു പാർട്ട്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പോലെ വിചാരിച്ചോ, റെസിസ്റ്റൻസ് പോലെ ഡിഫറെന്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെയുള്ള വോൾട്ടും ഡിഫറെന്റ് ആയിരിക്കൂലേ? റെസിസ്റ്റൻസ് സീരീസിൽ വോൾട്ടേജ് ഡിഫറെന്റ്, കറണ്ട് സെയിം. അപ്പൊ ഇവിടെയുള്ള വോൾട്ടേജ് V1, ഇവിടെയുള്ള വോൾട്ടേജ് V2, ഇവിടെയുള്ള വോൾട്ടേജ് V3. വി മാറിക്കൊണ്ടിരിക്കും. വി മാറുന്നത് കൊണ്ട് എന്തും മാറും? ഇലക്ട്രിക് ഫീൽഡും മാറും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആവില്ല, ഡ്രിഫ്റ്റ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആവില്ല. ബട്ട് ഒരു സീരീസ് കണക്ഷൻ പോലെ ആയതുകൊണ്ട് കറണ്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പം റിമൈനിങ് സെയിം ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റി കറണ്ട് ഓൺലി, ഓപ്ഷൻ ഇ. ക്ലിയർ? Question number 11. In a platinum resistance thermometer, the resistance of the wire at ice point and steam point are of 4 ohm and 4.25 ohm respectively. When the thermometer is kept in a hot water bath whose temperature is not known, the resistance of the wire is found to be 4.5 ohm. The temperature of hot water bath is. റെസിസ്റ്റൻസ് ടെമ്പറേച്ചറുമായി ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടും കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് ചാപ്റ്റർ, ടെമ്പറേച്ചർ എഫക്ട് ഓഫ് റെസിസ്റ്റൻസ്. അവിടെ നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ എന്നൊരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിരുന്നു. ആൽഫ = R2 - R1 ഡിവൈഡഡ് ബൈ R1T2 - R2T1. ഇക്വേഷൻ ഓർത്ത് വെക്കണം. ആൽഫ ഇതൊരു സെയിം മെറ്റീരിയൽ തന്നെയാണ്. ആ മെറ്റീരിയലിന്റെ ആദ്യം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആദ്യം അത് സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ T1 = 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ദെൻ ഐസ് പോയിന്റിൽ 0 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീം പോയിന്റ് എന്ന് പറയുമ്പോൾ T2 = 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? ആ രണ്ട് പോയിന്റ് ഓർക്കുക. ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും 0 ഡിഗ്രി എന്നും 100 ഡിഗ്രി എന്നും പറയുന്നതിന് പകരം തന്നിരിക്കുന്ന രണ്ട് വാല്യൂസ് ആണത്. ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും എന്ന് തന്നിരിക്കുന്നു. അപ്പൊ T1 ഉം T2 ഉം 0 ഉം 100 ഉം ആയ സമയത്തുള്ള രണ്ട് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് R1 and R2. അത് രണ്ടും തന്നിരിക്കുന്നു. They are 4 ohm and 4.25 ohm. So two temperatures are given, two corresponding resistors are also given. ഇനി മറ്റൊരു കാര്യം പറയാണ്, ഇനി ആ സ്റ്റീം പോയിന്റ് മാറ്റിയിട്ട് ഹോട്ട് വാട്ടർ ബാത്തിൽ വെച്ചപ്പോൾ അപ്പൊ നമുക്ക് അതിന് T3 എന്ന് പറയുന്ന മറ്റൊരു ടെമ്പറേച്ചർ അല്ലെ T2 നമ്മൾ മാറ്റി മറ്റൊരു T2 കൊടുക്കുകയാണ്. അതർ സിറ്റുവേഷനിൽ ഒരു T2 കൊടുക്കുകയാണ്. അത് നോട്ട് നോണാണ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഹോട്ട് വാട്ടർ ബാത്തിലേക്കുള്ള മറ്റൊരു ടെമ്പറേച്ചറിലേക്ക് മാറിയപ്പോൾ റെസിസ്റ്റൻസ്, ആ സമയത്തുള്ള റെസിസ്റ്റൻസ് R2 എന്ന് പറയുന്നത് 4.5 ഓം ആണ്. ഓക്കെ, ഇത്രയും ഡാറ്റ തന്നിരിക്കുന്നു. എന്നിട്ട് T2 എത്രയാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ആൽഫ കാണാൻ വേണ്ടി ഈ ഇക്വേഷനിലേക്ക് ഈ തന്നിരിക്കുന്ന കോമ്പിനേഷൻ ഡാറ്റ ആദ്യം യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെ കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു R2 - R1, that is 4.25 - 4.
4.25 minus 4 by R1 into T2. R1 into T2. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണേ. R1 into T2. 4 into 100. That is 400. Minus R2 into T1. R2 into T1. 0 വന്നതുകൊണ്ട് ഇവിടെ ആൻസർ 0. അവിടെ നിൽക്കട്ടെ. അടുത്തത് വീണ്ടും ആൽഫ നമ്മൾ കാണുന്നു. ആൽഫ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അത് ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും ഒന്നും ആൽഫ മാറില്ല. രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷനിലെ ഡാറ്റാസ് ആണ് തന്നത്. ബട്ട് ആ രണ്ട് ഡാറ്റാസും തന്നിരിക്കുന്നത് ഒരേ വയറിന് വേണ്ടിയിട്ടാണ്. സോ ആൽഫ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ നിൽക്കട്ടെ. വീണ്ടും ആൽഫ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് കോമ്പിനേഷൻ എടുത്തിട്ട് ആദ്യം ഈ രണ്ട് കോമ്പിനേഷനാണ് ആദ്യം എടുത്തത്. ഈ രണ്ട് കോമ്പിനേഷൻ എടുത്തിട്ട് വീണ്ടും ഇവിടെ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടുന്നു? R2 minus R1. That is 4.5 minus 4 by വീണ്ടും R1 T2 T2 അറിയില്ല. R1 T2 so 4 into T2 minus R2 T1 വീണ്ടും T1 0. This is equation number 2. അല്ലെങ്കിൽ രണ്ടിന്റെയും ഇവിടെയും ആൽഫയാണ് ഇവിടെയും ആൽഫയാണ്. അപ്പൊ ഈ ആൽഫക്ക് ഈക്വൽ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. 4.25 minus 4 എന്ന് പറയുമ്പോൾ 0.25 അല്ലേ? 0.25 by 400 അല്ലേ? 400. ഇവിടുന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്രയായി? 4.5 minus 4 എന്ന് പറയുമ്പോൾ 0.5 അല്ലേ? ഇത് 4T2 ആയി മാറിയില്ലേ? ഇത് പോയി. ദെൻ നമുക്ക് വേണമെങ്കിൽ 4ഉം 400ഉം കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 100 വരും. അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 100 into 0.5. 4ഉം 400ഉം കട്ട് ചെയ്തേ 100 into 0.5 അപ്പോൾ 50 is equal to 42 into 0.25. Sorry, 4 പോയിട്ടുണ്ട്. 4 കട്ടായി. T2 into 0.25. T2 into 0.25. So what is T2? 50 by 0.25. 50 by 0.25 എന്ന് പറഞ്ഞാൽ 200 ആയിരിക്കും. 200. അപ്പോൾ ആൻസർ കിട്ടി 200 എന്നാണ് ആൻസർ. ഓപ്ഷൻ ഇ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. കറക്റ്റ്. കുറച്ചൊരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത്ര എളുപ്പം അല്ല. Okay, next question number 12. Internal resistance of a cell is independent of. Simple question ആയിരുന്നു. സർക്യൂട്ട് എലമെന്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? സർഫേസ് ഏരിയ ഓഫ് ഇലക്ട്രോഡ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. എന്തായിരുന്നു ഇന്റേണൽ റെസിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സെൽ. അല്ലെ? ആ സെല്ലിന്റെ കോമ്പോണൻസ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പൊ സെല്ലിന്റെ ഉള്ളിലുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. സെല്ലിന്റെ പുറത്തുള്ള ഒരു കാര്യത്തെയും ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം അതിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് സർക്യൂട്ട് എലമെന്റ്സ് കണക്റ്റഡ് ടു ഇറ്റ്. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് പുറത്ത് കണക്ട് ചെയ്ത സർക്യൂട്ട് എലമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യൂ? ഇല്ല. ബാക്കിയെല്ലാം സെല്ലിന്റെ കാര്യങ്ങളാണ്. അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എ. 13th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. റോങ് ഓപ്ഷൻ ആണ്. മിക്കവാറും നമ്മൾ എക്സാമിൽ നിന്നും ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് question number 14. Which one of the following characteristics is not associated with a paramagnetic material? കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ പാരാമാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഡി ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു. ഇറ്റ്സ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയല്ല, നേരെ തിരിച്ചായിരുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ സസെപ്റ്റിബിലിറ്റി കുറയാണ് ചെയ്യുക. അല്ലെ? ക്യൂറീസ് ലോ എന്നാണ് അതിനെ വിളിച്ചത്. ഫെറോ മെറ്റീരിയലിലും പാരാമെറ്റീരിയലിലും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിസം നഷ്ടപ്പെടും. അതായത് മാഗ്നറ്റിസം കുറയും, സസെപ്റ്റിബിലിറ്റി കുറയും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സസെപ്റ്റിബിലിറ്റി ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ്. ആ ഓപ്ഷൻ, ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. റോങ് ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഡി ഓപ്ഷൻ നമ്മൾ പിക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കാണാം. Question number 15. A coil of 50 turns carrying a current of 2 ampere in a magnetic field of 0.5 Tesla. Torque acting on coil is. എന്നിട്ട് അവിടെ ഒരു പിക്ചറും തന്നിട്ടുണ്ട്. ഇങ്ങനെ നോർത്ത്, സൗത്ത്, ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ തന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം ആ ഡയറക്ഷൻ.
ഇവിടെ ഇങ്ങനെ അപ്വേർഡ്സ്, ഇവിടെ ലെഫ്റ്റിലേക്ക്, ഇവിടെ ഇങ്ങോട്ട് അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാണ്. ഇതിന്റെ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട്. ദിസ് ഈസ് 10 സെന്റിമീറ്റർ, ദിസ് ഈസ് 8 സെന്റിമീറ്റർ. ടോർക്ക്, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ടോർക്ക്? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു മാക്സിമം ടോർക്ക് കാണാം NIAB അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n എത്ര? n തന്നിരിക്കുന്നു 50 ടേൺസ് ഇൻറ്റു കറണ്ട് ഫ്ലോയിങ് എത്രയാണ്? കറണ്ട് 2 ആംപിയർ ഇൻറ്റു ഏരിയ കാണാൻ വേണ്ടിയാണ് ആ കോയിലിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും. അപ്പൊ 80 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 80 ഇൻറ്റു 10⁻⁴ സെന്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു ബി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0.5. ഓക്കെ, അപ്പം 2 ഇൻറ്റു 50 100 ആയി. 100ഉം ഒരു 0യും കൂടെ വരുമ്പോൾ 10⁻³ ആയി. 10⁻⁴ കട്ട് ചെയ്യുമ്പോൾ അവിടെ 10⁻⁻1 ബാക്കി. ഓക്കെ, 8 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4ഉം 10⁻⁻1ഉം കൂടെ വരുമ്പോഴേക്ക് 0.4 എന്നായി ആൻസർ. 0.4 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പൊ ആൻസറിന്റെ വാല്യൂ കിട്ടി. തീർന്നില്ല, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കൂടെ ഓപ്ഷനിലുണ്ട് അല്ലേ. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഏത് സൈഡിൽ നിന്ന് നോക്കുന്നതിനനുസരിച്ച് എന്നുള്ളതാണ് ഇവിടെ. എനിവേ, നമുക്ക് ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന പോലെ തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. ഈ സൈഡ് എടുക്കും. ഈ സൈഡിൽ കറണ്ട് അപ്വാർഡ്സാ. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക, നോർത്ത് ടു സൗത്ത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചിട്ടില്ലേ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി അത് നിങ്ങൾ ഈ കണ്ടക്ടറിൽ അപ്ലൈ ചെയ്തേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പൊ 4 ഫിംഗർ ഫീൽഡിന്റെ ഡയറക്ഷനിൽ, ശരിയല്ലേ? ഉണ്ടോ? 4 ഫിംഗർ അങ്ങോട്ട്, ക്ലിയർ. മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ മിഡിൽ ഫിംഗർ മുകളിലോട്ട്, 4 ഫിംഗർ അങ്ങോട്ട്, മിഡിൽ ഫിംഗർ മുകളിലോട്ട്. അപ്പോൾ തമ്പ ആയ ഫോഴ്സ് നിൽക്കുന്നത് ഉള്ളിലേക്കാണ്. എന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന കോയിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ കണ്ടോ? ദിസ് ഈസ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇങ്ങനെ ചെയ്യും, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ 0.4 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് എന്നുള്ളതായിരിക്കും ആൻസർ. സോ ഓപ്ഷൻ എ നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് പിക്ക് ചെയ്യണം. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം കൂടെ ഒന്നിച്ചൊരു വീഡിയോയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ്സ് പറയുക. അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.